അപ്പോൾ നമ്മൾ 4 പേരും ഞങ്ങൾ ജാസ്മിൻ ഹൗസിലെ പഴയൊരു വില്ലയിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ 4 പേരും ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടെ അലയിൽ ബക്കർബായുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഈ വർഷം എല്ലാവരും പെയ്യും. അപ്പോൾ അമീർ ഭായിക്ക് എന്താ പറയുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കാലത്തെ ഓർമ്മിക്കുന്ന മാതിരിയാണ് നമ്മൾ ഈ ജാസ്മിൻ ഹൗസിൻ്റെ ഒരു കഥ ഓർക്കുന്നത്. ഞാൻ ജാസ്മിൻ ഹൗസിൽ വരുന്നത് 1992-ലാണ്. ഞാൻ വരുന്നത് നിങ്ങളവിടുന്ന് പോകുന്നൊരു വേക്കൻസി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പകരക്കാരായിട്ട് വന്നു. അന്ന് ബക്കർക്ക് അങ്ങനെ ടിക്കറ്റ് ബിസിനസ് ഒക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. അന്ന് ബക്കർക്കാർക്ക് ടിക്കറ്റ് ബക്കർ എന്നുള്ള പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അന്ന് റഹീം പിന്നെ ഡ്രൈവിംഗ് സ്കൂളും ടാക്സിയും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ ജാസ്മിൻ ഹൗസിലെ ഒരു മൂപ്പനായിട്ട് ആർഗ പ്രസിഡന്റ് റസാഖിന്റെ ശബ്ദങ്ങള് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു കോളേജ് ഹോസ്റ്റലിലൊക്കെ പഠിച്ചപ്പോ ഉണ്ടായിരുന്ന ഒരു ഇതുപോലെ തോന്നുന്നു. അതെ അതെ, പെരുന്നാളൊക്കെ വരുമ്പോ നോമ്പൊക്കെ വരുമ്പോ 2 ആടിനെയൊക്കെ വാങ്ങി പെരുന്നാളിന്റെ തലേദിവസം അറുത്ത് രാവിലെ അതിന്റെ മറ്റു സാധനങ്ങളൊക്കെ രാവിലെ ചായ, പിന്നെ ബിരിയാണി, പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു ബുക്കായിട്ട് ഒരാളുണ്ടാവും. അയാൾക്ക് താല്പര്യമുള്ളവർക്ക് പ്രത്യേക ആൾക്കാർക്ക് പിന്നെ ചോറിന്റെ ഉള്ളിൽ മീനൊക്കെ പൊരിച്ചു കൊടുത്തിട്ട് 2 മീനൊക്കെ കൊടുക്കുന്ന ഒരു അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളിൽ നമ്മള് ആൾക്കാരെ അറിയിക്കും, നമ്മുടെ അടുത്ത തലമുറകൾക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ കൂടിക്കാഴ്ച റഹീം ഭായി വന്നു, നമ്മളെ കാണാൻ വേണ്ടി വന്നു. റഹീം ഭായിന്റെ മോൻ റഹീം ഭായിനെ കൊടുന്നു. അതാണ് എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. മക്കള് വാപ്പാനെ കൊണ്ടിരുന്നു, അതായത് വാപ്പാനെ നോക്കുന്നു. അത് ഈ റഹീം ഭായിനെ പറ്റിയിട്ടും റഹീം ഭായിന്റെ മോനോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ഇതാണ് സ്നേഹം. മറ്റ് റഹീംഭായിയുടെ മോൻ മരുമകളും വാപ്പാനെയും ഉമ്മാനെയും കൊടുന്ന് ഇവിടെ നോക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപ്പാനെയും ഉമ്മാനെയും നോക്കാത്ത മക്കൾ കൂടുതലുണ്ട്. അപ്പോൾ ഇവരെ നോക്കി എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റഹീംഭായി വന്നതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ ഒത്തുചേരൽ ഉണ്ടായത്. പഴയ ജാസ്മിൻ ഹൗസിലെ എല്ലാവരും കൂടി ഒത്തുചേർന്നു. മാതാപിതാക്കൾ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, അതുപോലെ ഈ മക്കള് ഇത് കണ്ടിട്ടാണ് അവരെ മക്കള് വളരേണ്ടത്. സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ആയിരിക്കും അവരെ മക്കൾക്ക് ആ പരിഗണന കിട്ടും. അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകും. മക്കള് എത്ര ഉന്നതിയിലെത്തിയാലും മാതാപിതാക്കളെ അവരെ ഓർക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ഇന്നത്തെ പുതുതലമുറ പഠിക്കണം എന്നാണ് അല്ലേ? ഇത് സൗകര്യമായിട്ട് എന്താ പറയുന്നത് നോക്കാം. ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു അനുഭവമാണ്. കാരണം നമ്മള് കലയിച്ചും പിണങ്ങിയും ഒക്കെ ജീവിച്ച ഒരു കാലഘട്ടം. സാധാരണ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആയിരുന്നു നമ്മളങ്ങനെ അവിടെ റാഗിങ്, കാതർബായി, അതുപോലെ കുട്ടി. അത് പ്രത്യേകിച്ച് കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരമുള്ള സലാംബായി, സലാം, പിന്നെ പല പല കഥാപാത്രങ്ങൾ വന്ന് കയറിപ്പോയ ഒരു ഇടാണ്. ഇതിൽ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോ അച്ഛന് പോകുന്ന സൈനുവിന് എല്ലാവിധ ആശംസ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ കൂട്ടത്തിൽ മരിച്ചുപോയ മനാഫാജിന്റെ കുടുംബത്തിന് നമ്മളെ ദുഃഖങ്ങൾ നമ്മൾ അറിയിക്കുന്നു. പിന്നെ എല്ലാവരോടും അസീസിനോടും അരിസ് ഭായിനോടും റസാഖ് ഭായി, ആദർ ഭായി, എല്ലാവരോടും യസ്ബാജി ഒക്കെ കണ്ടിരിക്കുക, അസീസ് ഭായി, ഹസൻ ഭായി, കുട്ടി ഭായി, എല്ലാത്തിനും ഉപരിയായി കുട്ടി ഭായി, നമ്മളെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആരിസ് ബാബു, പിന്നെ പലരെ പേര് വിട്ടുപോയിട്ടുണ്ടാവും. എല്ലാ ഗ്രൂപ്പിലും ഇനി വരുന്നവരൊക്കെ വരണം. ഇതിനിടയ്ക്ക് അക്ബറും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കൂടാൻ പറ്റില്ല. അന്ന് ഞങ്ങളൊന്ന് കൂടി. അതേപോലെ ഇനി ജാസ്മിൻ ഹൗസിൽ ആര് വന്നാലും നമുക്ക് ഒത്തുചേരാം. ഈ കൂട്ടായ്മ ഇനി ഞാൻ വയനാട്ടിലുണ്ടാകുമ്പോ വയനാട്ടിലേക്ക് വരണം. പാലക്കാട്, തൃശ്ശൂര്, വയനാടിന്റെ ആ ചുരം കയറി ഇറങ്ങണം. അതെ. അപ്പൊ എന്തായാലും ജാസ്മിൻ ഹൗസിന്റെ പഴയ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒന്ന് പുതുക്കി ഇനിയും ഇതുപോലെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒത്തുകൂടും. നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഒരു അയവറക്കും. അപ്പൊ എന്തായാലും അതിനുള്ള തൗഫീഖ് പടച്ചവൻ തരട്ടെ എല്ലാവർക്കും. പറയുന്നുണ്ട്. ശരി, ഓക്കെ.